ജനറൽ ബോഡിയിലെ രാജി പ്രഖ്യാപിച്ചവർ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകാത്തതോടെ വീണ്ടും അമ്മ എന്ന താരസംഘടന പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ജനറൽ ബോഡി തിരഞ്ഞെടുത്ത താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുത ഇതോടെ ചോദ്യമുനയിലാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മുൻ ഭാരവാഹികളുടെ തീരുമാനം. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ചുമതല തങ്ങൾക്ക് തന്നെയെന്ന് ഈ വിഭാഗം പറയുന്നു. സൂം മീറ്റിംഗ് കൂടിയാണ് മുൻ ഭാരവാഹികൾ തീരുമാനമെടുത്തത്. ഇതിനിടെ ജോയ് മാത്യു, കൈലാഷ്, ജയൻ ചേർത്തല എന്നിവർ ഇന്നലെ രാത്രി സംഘടനയിൽ നിന്ന് രാജിവെച്ചു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഈ ചിരിപ്പിക്കുന്ന ഒരു സംഘടനയായി അമ്മ മാറിയിരിക്കുകയാണ്. ഭാരവാഹികൾ ശ്വേതാമേനടക്കം രാജിവെക്കുന്നു ജനറൽ ബോഡിയിൽ, പിന്നീട് മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപിക്കുന്നു, സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുന്നു. ഇതായിപ്പോൾ രാജിയില്ല, വീണ്ടും നിയമ പോരാട്ടം. യഥാർത്ഥത്തിൽ ഈ അമ്മ എന്ന സംഘടന എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും അമ്മ സംഘടനയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്വേതാമേനോൻ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സംഘടനയിൽ നിന്നും രാജിവെച്ചു പുറത്തു പോകുന്നു എന്നാണ്. പക്ഷേ ഇന്നലെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവർ രാജി വെച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു കമ്മിറ്റി രാജിവെക്കാതെ അഡ്ഹോക് കമ്മിറ്റി ചേരുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ബൈലോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ഹോക് കമ്മിറ്റി എങ്ങനെ ചേരാൻ സാധിക്കുന്നു? എന്തുകൊണ്ടാണ് രാജിവെച്ചു എന്ന് പറഞ്ഞവർ പിന്നീട് രാജിവെച്ചിട്ടില്ല? പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണ്. അമ്മയെ ഞങ്ങൾ ചതിച്ചിട്ടില്ല, അങ്ങനെ ചതിക്കേണ്ട ആവശ്യമില്ല, തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ടെന്ന് പിന്നീട് രാത്രിയോടുകൂടി ശ്വേതാമേനോൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ശ്വേതാമേനോൻ അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ബൈലോ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും അമ്മ സംഘടനയിൽ തുടരുകയാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി മുൻ ഭാരവാഹികൾ, അതായത് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ എല്ലാവരും ചേർന്നൊരു സൂം മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ നിലവിലുള്ള പ്രവർത്തനത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന നിലനിൽക്കെ അങ്ങനെ എങ്ങനെയാണ് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് ചേരാൻ പറ്റുക? അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് തങ്ങൾ തന്നെ ആയിരിക്കട്ടെ അഡ്ഹോക് കമ്മിറ്റി എന്ന കാര്യം കൂടിയാണ് ഇന്നലെ ചേർന്ന സൂം മീറ്റിംഗിൽ മുൻ ഭാരവാഹികൾ തീരുമാനമെടുത്തത്. അതുകൊണ്ട് സൂം മീറ്റിംഗിൽ ലക്ഷ്മിപ്രിയയും ഉണ്ണി ശിവപാലും പങ്കെടുത്തില്ല. നമുക്കറിയാം, ലക്ഷ്മിപ്രിയ സംഘടനയിൽ തന്നെ രാജിവെച്ച് പുറത്തുപോയ വ്യക്തിയാണ്. അതിനുശേഷമാണ് 3 അംഗങ്ങൾ രാജിവെച്ചത്. അതായത് മെയിൽ മുഖേന 3 പേർ രാജിവെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അത് കൈലാഷ്, ജോയ് മാത്യു, ജയൻ ചേർത്തല എന്നിവർ 3 പേരും മെയിൽ മുഖേന സംഘടനയ്ക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അമ്മ സംഘടനയിലെ ആരോപണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നിലവിലുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് മുൻ ഭാരവാഹികൾ കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് രമേശ് പിഷാരുടെ നേതൃത്വത്തിലാണ്. അവരിന്നലെ മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു രാജി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം അതല്പം മുൻപോട്ട് പോയിരുന്നു. അവർക്ക് വേണ്ടത്ര പഴയ രേഖകൾ നൽകാനൊന്നും പഴയ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തന്നെ സാധൂകരിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് നിയമസാധുത ഇല്ല നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാണ് പുതിയ നീക്കം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സംഘടനയിൽ പറയുന്നത്, അതായത് ജനറൽ ബോഡിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചത്. സാധാരണ അമ്മ സംഘടനയെ സംബന്ധിച്ച് ജനറൽ ബോഡി എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിലവിലുള്ള മുൻ കമ്മിറ്റി, അതായത് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഈ ജനറൽ ബോഡി തന്നെയാണ്. അതിൽ കണക്കുകളെല്ലാം കാണിക്കുന്നതിൽ അവ്യക്തതയുണ്ട്, വ്യക്തമായിട്ടില്ല. അതിനോടൊപ്പം തന്നെ അൻസിബ അടക്കമുള്ളവരുടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നീ രൂക്ഷ വിമർശനങ്ങളെ തുടർന്നായിരുന്നു ഈ സംഘടന നിലവിലുള്ള ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്വേതാമേനോൻ അടക്കമുള്ളവർ രാജി പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് രമേശ് പിഷാരയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. അവിടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അവിടെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്ന് മറ്റ് പ്രത്യേകിച്ച് ഈ തീരുമാനങ്ങളൊന്നും ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ 1-ാം തീയതി കൊടുക്കുന്ന കൈനീട്ടം, മരുന്ന് വിതരണം, ഇതെല്ലാം കൃത്യമായി മുടങ്ങാതെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അഡ്ഹോക് കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ പോലും നിലവിലുള്ള സംഘടന രാജിവെക്കണം. അതോടൊപ്പം തന്നെ അവരുടെ പക്കലുള്ള രേഖകളെല്ലാം കൈമാറണമെന്നാണ്. അത് ഇതുവരെ ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാത്തിരുന്ന് കാണാം എന്താണ് ആ സംഘടനയ്ക്ക് സംഭവിക്കുന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.